മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ 8-ാം തീയതി പ്രീഫെയിൽ ബുക്കിംഗ് ആരംഭിച്ചായിരുന്നു കൂലി എന്ന ചിത്രത്തിൻ്റെ. കൂലി എന്ന ചിത്രം രജനീകാന്ത്, അമീർ ഖാൻ, സൗബിൻ, ഉപേന്ദ്ര എന്തു വേണ്ട മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലെ സൂപ്പർ സ്റ്റാറുകളെല്ലാം കൂടെ ചേർന്ന് അവതരിപ്പിക്കുന്ന, പിന്നെ അനിരുദ്ധിൻ്റെ സംഗീതം, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ചിത്രം. ആ ചിത്രത്തിൻ്റെ തുടക്കം കേരളത്തിൽ ഗംഭീരമായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും ഗംഭീരമായ ഇതാണ് ഇതിന് കിട്ടിയത്. നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രം $1.3 മില്യൺ ഇത് വാരിക്കൂട്ടിയത്. കേരളത്തിൽ നിന്ന് ഇത് 3,09,00,000 രൂപയാണ് പ്രീഫെയിലൂടെ നേടിയത്. എനിക്ക് തോന്നുന്നു കേരളത്തിനേക്കാൾ കുറവായിരുന്നു തമിഴ്നാട്ടിൽ എന്നുള്ളത് രജനീകാന്തിനെ ഇഷ്ടപ്പെടുന്ന മലയാള പ്രേക്ഷകർ എന്തുമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. 2.16 കോടി രൂപ മാത്രമേ തമിഴ്നാട്ടിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ ആദ്യത്തെ ബുക്കിംഗ്. അപ്പം മണിക്കൂറിൽ 50,000 ടിക്കറ്റൊക്കെയാണ് ഈ ചിത്രത്തിൻ്റേതായ ബുക്കിംഗ് മാറിപ്പോയത്. തമിഴ്നാട്ടിൽ നിന്ന് ഈ ചിത്രം 6,620 ടിക്കറ്റോളം പ്രീഫെയിലായിട്ട് വിറ്റുപോയി. അപ്പോൾ എല്ലാം കൊണ്ടും മികച്ച ഒരു തുടക്കമാണ് ഈ ചിത്രം ആദ്യ പ്രീഫെയിൽ ബുക്കിങ്ങിൽ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ബുക്കിംഗ് എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ബുക്കിംഗ് തന്നെയാണ് കേരളത്തിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ബുക്കിംഗ് തന്നെയാണ് നടന്നത്. ഇതിനും ആദ്യ ദിനം ഇത് കളക്ട് ചെയ്ത് ഏകദേശം 30 കോടി രൂപയ്ക്ക് അടുത്താണ് ആദ്യ ദിനം പ്രീഫെയിലൂടെ മാത്രം ഈ ചിത്രം സ്വന്തമാക്കിയത്. അപ്പോൾ ഓവർസീസ് കളക്ഷൻ്റെ കാര്യത്തിൽ നമ്മുടെ ലിയോയുടെ റെക്കോർഡ് തകർക്കുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കണ്ട്. 66 കോടി രൂപയുടെ പ്രീഫെയിൽ ബുക്കിങ്ങിലൂടെ ഈ ചിത്രം എത്തപ്പെടുമോ എന്നുള്ളത് എല്ലാവരും നോക്കിക്കാണുന്ന കാര്യമാണ്. അതുപോലെ കേരളത്തിലെ ഒരു കളക്ഷനുണ്ട്, ലിയോയുടെ 12 കോടി എന്നുള്ള കളക്ഷൻ. കേരളത്തിൽ കൂലി മറികടക്കാൻ പറ്റുമോ എന്നുള്ളതും എല്ലാവരും നോക്കിക്കാണണം. കൂലി എന്ന ചിത്രത്തെപ്പറ്റി പറയുമ്പം രജനീകാന്ത് എന്ന് പറയുന്ന ആ തലൈവറുടെ ചിത്രം, എനിക്ക് തോന്നുന്നു മലയാള പ്രേക്ഷകർക്കായാലും തലൈവറുടെ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. രജനീകാന്ത് ചിത്രം എന്ന് പറയുമ്പം ഒരു പ്രത്യേക സ്റ്റൈലിലും പ്രത്യേക പാറ്റേണിലും ഒക്കെ അവതരിപ്പിക്കുകയും രജനീകാന്ത് ചിത്രങ്ങളെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ലോജിക്കൊന്നും നോക്കരുത്. പിന്നെ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന അതുല്യ പ്രതിഭയായ ഒരു സംവിധായകനും കൂടെ ഒന്നിക്കുമ്പോൾ അനിരുദ്ധിൻ്റെ മൂവി, അനിരുദ്ധ് എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഒരു മാന്ത്രികനാണ്, സംഗീതത്തിലെ ഒരു മാന്ത്രികനായിട്ട്. ഒരു സമയത്ത് AR റഹ്മാനെയൊക്കെ കാണുന്ന പോലെ അനിരുദ്ധിൻ്റെ സംഗീതം എന്ന് പറയുന്നത് യുവാക്കളുടെ ഹരമാണ്. വിഫിലെ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഒരുക്കി വെച്ച് അനിരുദ്ധും തകർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുന്നത് ജനപ്രിയ ചേരുവകളെല്ലാം കൂടെ ചേർത്താണ് ഈ ചിത്രം ഇറങ്ങുന്നത്. പിന്നെ ഉപേന്ദ്രയുണ്ട്, അമീർ ഖാനെ പോലുള്ള ഒരു വലിയ നടനൊക്കെ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു. മലയാളത്തിൽ നിന്ന് സൗബിൻ അവതരിപ്പിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടം നടന്മാർ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. എല്ലാ മേഖലയിലും കളക്ഷൻ വാരിക്കൂട്ടുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ലോകേഷ് കനകരാജിൻ്റെ ചിത്രത്തിനുണ്ട്. ലോകേഷ് കനകരാജിൻ്റെ ചിത്രങ്ങളെല്ലാം നമ്മൾ വളരെ പ്രതീക്ഷയോടാണ് കാത്തത്. എനിക്ക് രജനീകാന്ത് ചിത്രം എന്നതിനുപരി ലോകേഷ് കനകരാജിൻ്റെ ചിത്രം എന്നുള്ള പ്രതീക്ഷ തന്നെയായിരിക്കാം കേരളത്തിൽ ഈ കോടികൾ വാരിക്കൂട്ടാനുള്ള ഒരു കാരണം. എന്നാൽ നമ്മുടെ 12 കോടി എന്ന ലിയോയുടെ റെക്കോർഡ് തകർക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. ഏകദേശം പാടായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഏകദേശം 100-ൽ പരം ഷോകൾ ഫുൾ ഇന്നലെ തന്നെ ആയി എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ അന്നേരമൊക്കെ നമുക്കൊരു ആശ്വാസമുണ്ട്. അതെന്താണെന്നറിയാം, ഒരു മലയാള ചിത്രം തന്നെയാണ് ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ആശ്വാസം. നമ്മുടെ ലിയോ 12 കോടി എന്ന കേരളത്തിലെ ഒറ്റ ദിവസത്തെ കളക്ഷൻ ഇടുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു ചിന്ത, ഏതെങ്കിലും ഒരു മലയാള ചിത്രം അത് തകർത്താൽ മതി എന്ന്. അതിനുവേണ്ടിയാണ് ഓരോ ലാലേട്ടൻ ചിത്രങ്ങളെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്നത്. അവസാനം അവൻ വന്നെത്തിയാൽ എമ്പുരാൻ 14 കോടിക്ക് മുകളിൽ റെക്കോർഡിട്ട കളക്ഷൻ, അടുത്തൊന്നും ആരും എത്തിപ്പിടിക്കാത്ത റെക്കോർഡ് കളക്ഷനാണ് എമ്പുരാൻ നേടിവെച്ചത്. അത് ലിയോ 2ാം സ്ഥാനത്തായി 12 കോടി.
ഇപ്പം 12 കോടി എത്തിപ്പിടിക്കുമോ കൂലി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അന്നേരവും ഒരു മലയാള ചിത്രമാണ് കേരളത്തിലെ നമ്പർ 1 എന്ന് നമുക്ക് ആശ്വസിക്കാം. അതൊരു ലാലേട്ടൻ ചിത്രം. പിന്നെ വേറൊരു പ്രത്യേകത, ആദ്യ ദിനത്തിൽ പ്രീഫെയിലൂടെ കളക്ട് നേടിയ ചിത്രങ്ങളുടെ ഗണത്തിൽ ഇപ്പോഴും എമ്പുരാനെ തൊടാൻ പോലും കൂലിക്കായില്ല എന്നുള്ള പ്രത്യേകത. അമീർ ഖാനും ലോകേഷ് കനകരാജും രജനീകാന്തും ഫൗബിനും ഉപേന്ദ്രയും അനിരുദ്ധും എല്ലാവരും കൂടെ ഒന്നിച്ചിട്ടും ആ എൽ ബ്രാൻഡിൻ്റെ ശക്തി അത് എത്ര പറഞ്ഞാലും തീരില്ല. കാരണം ആദ്യ ദിനം പ്രീഫെയിലൂടെ മാത്രം 35 കോടി രൂപയാണ് ലാലേട്ടൻ്റെ എമ്പുരാൻ സ്വന്തമാക്കിയത്. നമ്മൾ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടു, ബുക്ക് മൈ ഷോയിലെ എല്ലാ ഫൈറ്റുകളും നിശ്ചലമാകുന്നത് കണ്ടു. മണിക്കൂറിൽ 1 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിൽക്കുന്നത് കണ്ടു. മലയാളത്തിൻ്റെ സിനിമയുടെ ചരിത്രത്തിലും എനിക്ക് തോന്നുന്നു ലോക സിനിമ തന്നെ ഞെട്ടിക്കാണും. ലോക സിനിമയെന്നല്ല, ഇന്ത്യൻ സിനിമ തന്നെ ഞെട്ടിക്കാണും. കാരണം ആ രീതിയിലുള്ള ബുക്കിംഗ് ആയിരുന്നു കണ്ടത്. അപ്പോഴൊക്കെ അവർ കണ്ണുപിടിച്ച് നോക്കിക്കാണും. തമിഴ്നാട്ടിൽ തമിഴ് ചിത്രങ്ങൾ, ഇപ്പം രജനീകാന്തിൻ്റെ ചിത്രങ്ങളിലും വിജയുടെ ചിത്രങ്ങളിലൊക്കെ റിലീഫ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് ഇവിടെ നേടാൻ പറ്റി. അതാണ് ആ നടന്മാരുമായിട്ട് ഏറ്റുമുട്ടാൻ നമുക്ക് ഒറ്റയൊരു നടനേ ഉള്ളൂ. അതാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ആ മഹാനടൻ. അപ്പം 35 കോടി എന്ന ലാലേട്ടൻ്റെ ചിത്രത്തിൻ്റെ അടുത്തെത്താൻ കൂലിക്കായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഏകദേശം 30 കോടിക്ക് അടുത്ത് മാത്രമേ ആദ്യ ദിനത്തിൽ കൂലിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അതുപോലെ തന്നെ ലിയോയുടെ 143 കോടി എന്ന ആദ്യ ദിന കളക്ഷനിലേക്ക് കൂലി എത്തപ്പെടുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്ന ഒരു പ്രത്യേകത. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ രജനീകാന്ത് ആരാധകരും വിജയുടെ ആരാധകരും തമ്മിൽ നിരന്തര ഫൈറ്റാണ്. ആ ഫൈറ്റിനിടയിൽ കൂലി എങ്ങാണം ലിയോയുടെ റെക്കോർഡ് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജനനായകന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും ആ റെക്കോർഡുകൾ തകർക്കാൻ. ഏതായാലും നമുക്ക് സമാധാനമുണ്ട്, എമ്പുരാനെ തൊടാൻ അടുത്ത കാലത്തൊന്നും ആർക്കും കഴിയത്തില്ലല്ലോ എന്നുള്ള സമാധാനം. ഏറ്റവും വലിയ ഹൈപ്പിൽ വന്ന ചിത്രമാണ് കൂലി. കൂലിക്ക് പോലും എമ്പുരാൻ്റെ മുന്നിൽ മുട്ട് വിറയ്ക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്രാൻഡിൻ്റെ ശക്തി ഒന്ന് വേറെയാണ്. ലാലേട്ടൻ എന്ന് പറയുന്ന ആ ബ്രാൻഡ്, എൽ ബ്രാൻഡ്, മലയാള സിനിമയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ആ എമ്പുരാൻ ഇല്ലായിരുന്നുവെങ്കിൽ എല്ലാ റെക്കോർഡുകളും തകർത്ത് മലയാള സിനിമയുടെ സർവ്വ റെക്കോർഡുകളും 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ഒരു തമിഴ് സിനിമ വരിക. ഒന്ന് വിജയുടെ ചിത്രം, രണ്ടാമത്തെ രജനീകാന്തിൻ്റെ ചിത്രം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് തന്നെയായിരുന്നു ലാലേട്ടൻ എന്ന് പറയുന്ന ആ ബ്രാൻഡിൻ്റെ ശക്തി എന്നുള്ളത് മനസ്സിലാക്കുക. ഏതായാലും വരും ദിവസങ്ങളിലും ലാലേട്ടൻ പിന്നൊരു കാര്യമുണ്ട്, ഏത് റെക്കോർഡുകൾ തകർക്കാനുള്ളതാണ്. ഇപ്പോൾ മോഹൻലാൽ റെക്കോർഡുകൾ തകർത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരിക്കൽ കൂടി വരേണ്ടി വരും, അല്ലേ? വീണ്ടും ഒരു മോഹൻലാൽ ചിത്രമായിട്ട് നമ്മൾ തോറ്റു പിന്മാറാൻ തയ്യാറല്ല. ഏതായാലും മലയാള സിനിമ മോഹൻലാലിലൂടെ അന്യഭാഷയിലേക്കും പടർന്ന് പന്തലിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. അതുവരെ എല്ലാവർക്കും ഒക്കെ ബായ്.